ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസ് ഇറ്റ് മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ 10 ക്വസ്റ്റ്യൻ ബാങ്ക്. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പറയുന്നില്ല, കാരണം ടൈമില്ല. 702 മുതൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ചെയ്യാണ്. 702, 703, 704, 705. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. 705, പിന്നെ ലാസ്റ്റ് 706. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഏകദേശം 2.5 മണിക്കൂറിൻ്റെ വീഡിയോ ആയിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, കുറച്ച് മാത്രമേ നമ്മൾ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോ ഒക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ, ഇതിൽ ഒരുപാട് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടഫായിട്ടുള്ള വേർഡ്സ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തായാലും വരാൻ സാധ്യത ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ നമ്പേഴ്സിൽ തെറ്റ് വരാം. അതുപോലെ തന്നെ നമ്മൾ ഈ ആൻസർ ടിക്ക് ചെയ്തതിലും ചിലപ്പോൾ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യനല്ലേ, തെറ്റ് വരാം. ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് ക്ഷമ ചോദിക്കണം. നമ്മളത് ഇത്ര പ്രാധാന്യമായിട്ട് നമ്മൾ എടുത്ത് നേരത്തെ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും എക്സാമിന് വരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ കുറേ കൂടി ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മളത് കുറെ കൂടി പ്രാധാന്യം എടുത്ത് നമ്മുടെ തെറ്റുകളെ കുറിച്ചാണെങ്കിലും നമ്മൾ എടുത്ത് പറയുന്നത്. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്ന് ഒരു വീഡിയോ എന്ന് വെച്ചാൽ അത് എന്താ പറയുക, നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ സ്പീഡ് കൂടുതലാണ് അവസ്ഥയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ പറ്റിപ്പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. പിന്നെ തെറ്റായ രീതിയിലുള്ള നമ്മൾ ഒരു വീഡിയോ എടുത്ത് എന്താ പറയുക, അപ്ലോഡ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് ഉപകരിക്കണം. അതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിലും ഒരിക്കലും വരരുതെന്ന് തന്നെ പറയാം. പറക്കൊന്ന് ദയവായിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. സോറി, അടുത്ത വീഡിയോയിലല്ല, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 707 മുതൽ തുടങ്ങിയാണ്. അതിന് മുന്നേ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ ബാങ്ക്. അടുത്ത 707 ആണ് നമ്മൾ പറയുന്നത്. Which of the following is true regarding the flow of energy through an ecosystem? A. Energy flows from the sun to consumers to producers and then back to consumers. B. Energy flows from the sun to producers to consumers. C. Energy generated by decomposers is passed to producers and then on to consumers. D. As energy flows through an ecosystem, it does not change form. Answer B. Energy flows from the sun to producers to consumers. Answer B. Energy flows from the sun to producers to consumers. 780. Which of the following is true regarding the nitrogen cycle? A. In a balanced ecosystem, gentrification occurs more often than nitrogen fixation. B. Atmospheric nitrogen cannot be used by living organisms because the molecule is held tightly together by a triple covalent bond. C. Once nitrogen is fixed, it must then be converted to nitrogen gas before it can be used by living organisms. D. Plants rely on animals for their sources of usable nitrogen. Answer C. Once nitrogen is fixed, it must then be converted to nitrogen gas before it can be used by living organisms. Answer C. Once nitrogen is fixed, it must then be converted to nitrogen gas before it can be used by living organisms.
709. Which of the following is true? A. Environmental policy is always associated with politics. B. Deregulation efforts typically precede policy. C. National elections rarely influence environmental policy. D. Environmental policy springs from science and not elections. Answer A. Environmental policy is always associated with politics. അടുത്തത് 710. Which of the following lumber harvesting strategies does the most damage to a forest ecosystem? A. Shelter wood cutting. B. Selective cutting. C. Clear cutting. D. Sustainable forest management. Answer C. Clear cutting. Answer C. Clear cutting. അടുത്ത 711. Which of the following lumber harvesting strategies will most likely produce erosion problems? A. Clear cutting. B. Selective cutting. C. Shelter wood cutting. D. Sustainable forest management. Answer A. Clear cutting. അടുത്ത 712. Which of the following natural threats to human health is least predictable, providing the least amount of lead time before the disaster strikes? A. Earthquakes. B. Tornadoes. C. Hurricanes. D. Floods. Answer A. Earthquakes. Answer A. Earthquakes. അടുത്ത 713. Which of the following organism has the greatest anthropocentric value? A. Salmon. B. Termites. C. Mosquitoes. D. Lichens. A. Salmon. Answer A. Salmon. Answer A. Salmon. അടുത്ത 714. Which of the following pollutants is generally stored in the driest locations on Earth because they remain a potential problem for thousands of years? A. Gasoline and oil. B. CFCs. C. Heavy metals. D. Radioactive waste. Answer D. Radioactive waste. Answer D. Radioactive waste. അടുത്തത് 715. Which of the following processes requires an oxygen-free environment and produces large volumes of methane that can be used for fuel? A. Pasteurization. B. Composting. C. Centrifugation. D. Anaerobic digestion. Answer D. Anaerobic digestion. Answer D. Anaerobic digestion. Spelling mistake ദയവായി ക്ഷമിക്കുക. അടുത്തത് 716. Which of the following products contains the greatest number of carcinogens? A. A thick vanilla milkshake. B. A samosa snack. C. Chewing tobacco. D. Tap water from most cities in the India. Answer C. Chewing tobacco. Answer C. Answer C. Chewing tobacco. അടുത്ത 717. Which of the following relationships is most likely to occur if global climate change policies are not enacted soon? A. The wealthiest nations will contribute most to global climate change, yet the poorest people of the world will suffer most. B. The wealthiest nations will contribute most to global climate change and they will in return suffer the most. C. The poorest nations will contribute most to global climate change, yet the wealthiest nations will suffer most. D. The poorest nations will contribute most to global climate change and then turn will suffer most. Answer A. The wealthiest nations will contribute most to global climate change, yet the poorest people of the world will suffer most. Answer A. The wealthiest nations will contribute most to global climate change, yet the poorest people of the world will suffer most. അടുത്തത് 718.
Which of the following represent a type of mutualism? A red-tailed hawk pounces on a field mouse for dinner. B. A large herd for a zebra graze lazily across the broad savannah. C. A mosquito draws a blood meal from the back of an elk. D. A nectar-feeding bat swoops into drink nectar from some flowers. Answer D. A nectar-feeding bat swoops into drink nectar from some flowers. Answer D. A nectar-feeding bat swoops into drink nectar from some flowers. അടുത്ത 790. Which of the following represents an abiotic component of a forest community? A. The oak and hickory trees. B. The mushrooms growing on and around down trees. C. Water trickling along a small stream. D. Bacteria in the soil. Answer C. Water trickling along a small stream. Answer C. Water trickling along a small stream. അടുത്തത് 720. Which of the following represents an alarming positive feedback loop of global warming? A. Increasing temperatures raise humidity which further increases temperatures. B. Decreased pH of the ocean increases the rate at which carbon dioxide is absorbed by the oceans from the atmosphere. C. Increased use of fossil fuels adds sulfate aerosols into the atmosphere which traps more heat. D. Increased levels of atmospheric carbon dioxide increases photosynthesis which further increases carbon dioxide atmospheric levels. Answer A. Increasing temperatures raise humidity which further increases temperatures. Answer A. Increasing temperatures raise humidity which further increases temperatures. അടുത്തത് 721. Which of the following represents the greatest conservation of the genetic bank? A. The Human Genome Center analyzing the components of the human genome. B. Seed banks that store seeds of thousands of plants from around the world. C. The field of proteomics investigating the many ways the proteins function in organisms. D. All of the varieties of corn, wheat and rice currently serving as crops. Answer B. Seed banks that store seeds of thousands of plants from around the world. അടുത്തത് 722. Which of the following should not be flushed down the drain in a home with a septic tank? A. Feminine hygiene products and diapers. B. Grease and condoms. C. Large amounts of bleach. D. Large amounts of bleach. Feminine hygiene products, diapers, grease and condoms. Answer D. Large amounts of bleach, feminine hygiene products, diapers, grease and condoms. Spelling mistake ദയവേത് ക്ഷമിക്കുക. അടുത്ത 723. Which of the following statements is not correct? A. Flow of energy in an ecosystem is unidirectional from herbivorous to carnivorous. B. In a food chain, transfer of materials takes place through cycling. C. Top carnivores always get more energy than organisms present nearer to the producer. D. Unidirectional flow of energy prevents the ecosystem from collapsing. Answer B. In a food chain, transfer of materials takes place through cycling. Answer B.
in a food chain, transfer of materials takes place through cycling. അടുത്തത് 724. Which of the following terms best applies to the practice of environmental science? A. Highly specialized. B. Integrative. C. Abstract. D. Theoretical. Answer B. Integrative. അടുത്തത് 725. Which of the following types of pollution became much more common in the 20th century? A. Large-scale pollution in developing countries. B. Small-scale regional pollution in developing countries. C. Small-scale regional pollution in developed countries. D. Large-scale pollution in developed countries. Answer A. Large-scale pollution in developing countries. அடுத்த 726. Which of the following types of viral infections and symptoms are most likely to spread quickly across the globe? The fastest spreading viruses tend to be viral infections that spread from person to person and A. Make people very sick within a day of infection. B. Make people very sick within a few days of infection. C. Eventually make people very sick but have no symptoms for 1 to 2 weeks. D. Make people mildly sick but not enough to prevent them from normal daily activities. Answer C. Eventually make people very sick but have no symptoms for 1 to 2 weeks. അടുത്തത് 727. Which of the following would cause a rising water table? A. Increased precipitation. B. Increased runoff. C. Decreasing infiltration. D. Groundwater depletion exceeding the recharge rate. Answer A. Increased precipitation. Answer A. Increased precipitation. അടുത്തത് 728. Which of the following would most likely cause the greatest harm to wild giant panda populations in China? 728 ഒരിക്കൽ കൂടി പറയാണ്. Which of the following would most likely cause the greatest harm to wild giant panda populations in China? A. The introduction of beetles that eat bamboo. B. Captive breeding of giant pandas already in some throughout of the world. C. Restricting logging in regions with the current giant panda range. D. Promoting the giant panda as a national symbol of China. Answer A. The introduction of beetles that eat bamboo. അടുത്തത് 729. The following would we expect on the leeward sides of mountain ranges? A. Rainforest. B. Deserts. C. Wetlands. D. Deciduous forest. Answer B. Deserts. Answer B. Deserts. അടുത്ത 730. Which of the following best illustrate a landscape? A. Pond and all of the living organisms within it. B. The animals, plants and bacteria living in the Yamuna River. C. A large open prairie with a bison grazing on grasses and insects visiting the flowers. D. A river flowing past fields and forest in Kaziranga National Park, Assam. Answer D. A river flowing past fields and forest in Kaziranga National Park, Assam. അടുത്തത് 731. Which one of the following best illustrates a non-point source of pollution? A. Oil leaking into the ocean from an oil rig. B. Wastewater from a coal-fired power plant. C. Stormwater drainage from the parking lot around a football stadium. D. Raw sewage released into a river when stormwater overflows a city sewage treatment facility. Answer C.
Stormwater drainage from the parking lot around a football stadium. Answer C. Stormwater drainage from the parking lot around a football stadium. അടുത്തത് 732. Which one of the following best illustrates a type of adoption to global climate change? A. Increasing the use of public transportation systems in cities. B. Building taller leaves to hold back storm surges along ocean coastlines. C. Using solar and nuclear power to generate electricity instead of burning coal. D. Widening the Panama Canal to allow large ships to move from China to Europe. Answer B. Building taller leaves to hold back storm surges along ocean coastlines. അടുത്തത് 733. Which one of the following best illustrates a type of mitigation in response to global climate change? A. Using natural gas instead of coal to generate electricity. B. Constructing and using wind turbines to generate electricity. C. Using scrubbers to remove sulfur from coal before burning it to generate electricity. D. Using coal generated electricity to power electric cars. Answer B. Constructing and using wind turbines to generate electricity. 733. Which one of the following best illustrates a type of mitigation in response to global climate change? A. Using natural gas instead of coal to generate electricity. B. Constructing and using wind turbines to generate electricity. C. Using scrubbers to remove sulfur from coal before burning it to generate electricity. D. Using coal generated electricity to power electric cars. Answer B. Constructing and using wind turbines to generate electricity. 734. Which one of the following best represents a negative tipping point? A. Logging trees and preventing their regrowth in a forest. B. Allowing natural wildfires to burn wherever they occur. C. Allowing resilience mechanisms to function after a wildfire. D. Relying upon bordering systems to repopulate a region that has been flooded. Answer A. Logging trees and preventing their regrowth in a forest. Answer A. Logging trees and preventing their regrowth in a forest. അടുത്ത 735. Which one of the following characteristics is most useful in identifying separate species closely related to but separated species do not? A. Live on the same continent. B. Require similar nutrients. C. Interbreed. D. Appear anatomically similar. Answer C. Interbreed. Answer C. Interbreed. അടുത്തത് 736. Which one of the following contributes the most to global climate change? A. Planting forests to grow wood for lumber and paper pulp. B. The use of natural gas to heat homes. C. The generation of electricity from nuclear fuel. D. Eating a vegetarian diet. Answer B. The use of natural gas to heat homes. അടുത്ത 737. Which one of the following ecosystem services has been enhanced most by human use? A. Capture fisheries. B. Pollination. C. Crops. D. Wood fuel. Answer C. Crops. At the 738. Which one of the following energy sources is most likely to lead to thermal pollution? A. A coal-fired power plant. B. A large field of windmills. C. A hydroelectric plant. D. A large field of solar cells. Answer A. A coal-fired power plant. At the 739.
Which one of the following generally increases the pollution of the air? A. Bright sunlight. B. Generation of hydroxy 1 radicals. C. Sea salt aerosols entering the air over an ocean. D. Gases released by a volcanic eruption. Answer D. Gases released by an volcanic eruption. Answer D. Gases released by a volcanic eruption. അടുത്തത് 740. Which one of the following has been declining globally over the past several decades? A. Nitrous oxide levels in the troposphere. B. Methane levels in the troposphere. C. Halocarbon levels in the troposphere. D. pH of the world oceans. Answer D. pH of the world oceans. അടുത്തത് 741. Which one of the following hazardous waste disposal methods includes large amounts of evaporation into the air? A secure landfill. B. A deep well injection. C. As on site surface impoundment. D. A best demonstrated available technology. Answer C. An on site surface impoundment. 742. Which one of the following hazardous waste disposal methods typically stores wastes below the groundwater level? A secure landfill. B. A deep well injection. C. An on-site surface impoundment. D. A best demonstrated available technology. Answer B. A deep well injection. Answer B. A deep well injection. അടുത്ത 743. Which one of the following illustrates inter-specific competition? A. The largest wolves in a pack are the first to feed on a freshly killed deer. B. 2 honey bees from the same colony converge on a flower to collect pollen and nectar. C. Advertising its nuclear with red cones. C. Advertising its nectar with red colors. A. Colbine flower attracts a hummingbird for a meal. D. Standing near the dead antelope, vultures wait for the lions to finish their meal. Answer D. Standing near the dead antelope, vultures wait for the lions to finish their meal. Spelling mistake ദയവായി ക്ഷമിക്കുക. ഇനി അടുത്തത് 744. Which one of the following illustrates interspecific competition? A butterfly feeding on a nectar of a daffodil flower. B. A seagull swooping down to snatch a fish from the lower. നമ്മൾ ഒരിക്കൽ കൂടി പറയാണ്. 744. Which one of the following illustrates interspecific competition? A butterfly feeding on the nectar of a daffodil flower. B. A seagull swooping down to snatch a fish from the water surface. C. A thick and flea sharing a dog's back. D. Red-winged blackbirds defending nesting sites. Answer D. Red-winged blackbirds defending nesting sites. Answer D. Red-winged blackbirds defending nesting sites. 745. Which one of the following is a scientific name of an animal? A. White oak tree. B. Homo sapiens. C. Bamboo. D. American alligator. Answer B. Homo sapiens. അടുത്ത 746. Which one of the following is a trait that increases the chances of survival for an endangered species? A. Large size. B. Long lifespan. C. Widespread distribution. D. Small number of offspring. Answer A. Large size. അടുത്ത 747. അടുത്ത 747. Which one of the following is fed by groundwater and often drained by
seeps or springs. A. Lakes. B. Aquifers. C. Rivers. D. Watersheds. Answer B. Aquifers. അടുത്തത് 748. Which one of the following is a least appropriate to the field of environmental science? Scientist. A. Determine how to best generate electricity for a growing city in North India. B. Help a farmer determine the best ways to rotate herds of cattle to reduce erosion. C. Study X-ray emissions for evidence of black holes. D. At NASA launch satellites to monitor changes in carbon dioxide production on Earth. Answer C. Study X-ray emissions for evidence of black holes. 748. Which one of the following is least appropriate to the field of environmental sciences? Scientist. A. Determine how to best generate electricity for a growing city in North India. B. Help a farmer determine the best ways to rotate herds of cattle to reduce erosion. C. Study X-ray emissions for evidence of black holes. D. At NASA launch satellites to monitor changes in carbon dioxide production on Earth. Answer C. Study X-ray emissions for evidence of black holes. Answer C. Study X-ray emissions for evidence of black holes. அடுத்த 749. Which one of the following is least likely to be a product of a transition to a sustainable civilization? A. Stable human population. B. Increased reliance upon recycled materials. C. Larger cities with extensive suburbs. D. Greater reliance upon renewable energy resources. Answer C. Larger cities with extensive suburbs. അടുത്ത 750. Which one of the following is most associated with an air pollution disaster? A. High winds. B. A temperature inversion. C. Increased industrial production. D. Shutdown of a power plant. Answer B. A temperature inversion. Answer B. A temperature inversion. അടുത്തത് 751. Which one of the following is not a major source of invasive species in the world? A. Deliberate introductions with specific intentions. B. Accidental introductions as parasites or pathogens on commercial species. C. Escape from zoos and animal parks. D. Escape from commercial aquaculture enclosures. Answer B. Accidental introductions as parasites or pathogens on commercial species. C. Escape from zoos and animal parks. D. Escape from commercial aquaculture enclosures. Answer C. Escape from zoos and animal parks. 752. Which one of the following is not a Ramsar site? A. Bittercarniga mangroves. B. Chilika lake. C. Deeper Bean. D. None of the above. Answer B. Chilika lake. Answer B. Chilika lake. അടുത്തത് 753. Which one of the following is not an example of geoengineering? A. Injecting sulfate aerosols into the stratosphere. B. Erecting large carbon dioxide scrubbers to sequester carbon dioxide in deep reservoirs. C. Seeding the oceans with iron to promote the growth of phytoplankton. D. Erecting large fields of wind turbines to generate electricity to power automobiles. Answer D. Erecting large fields of wind turbines to generate electricity to power automobiles.
അടുത്തത് 754. Which one of the following is not likely to result from damming a river? A. Access to buried resources in flooded land is greatly reduced. B. Wetland habitat is eliminated. C. The frequency and severity of floods increases. D. Water warms and contains less oxygen. Answer C. The frequency and severity of floods increases. Answer C. The frequency and severity of floods increases. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക, എടുത്തു പറയണം. അടുത്തത് 755. Which one of the following is not used to disinfect treated wastewater ready to be released into natural waterways? A. Chlorine gas. B. Ammonia. C. Ultraviolet light. D. Ozone. Answer B. Ammonia. 756. Which one of the following is the broadest category? A. Landscape. B. Ecotone. C. Ecosystem. D. Biome. Answer D. Biome. அடுത്ത 757. Which one of the following is the broadest level of classification? A. Class. B. Phylum. C. Order. D. Family. Answer B. Phylum. Answer 758. Which one of the following is true? A. The United Nations frequently addresses questions of water quantity. B. Most water policy decisions in the United States are made at national levels. C. Many countries have addressed their water resources and water needs with a national policy. D. All of the choices are true. Answer C. Many countries have addressed their water resources and water needs with a national policy. Answer C. Many countries have addressed their water resources and water needs with a national policy. അടുത്തത് 759. Which one of the following list represents ecosystem capital? A. Oil and natural gas reserves buried underground. B. Prairies and forests that reduce erosion. C. Introduced species that change environments. D. Natural populations of salmon in the oceans. Answer C. Introduced species that change environments. അടുത്ത 760. Which one of the following loops is least susceptible to pollution? A. Evapotranspiration loop. B. Surface runoff loop. C. Precipitation loop. D. Groundwater loop. Answer A. Evapotranspiration loop. അടുത്ത 761. Which one of the following sources of energy is most sustainable? A. Natural gas used to heat homes. B. Gas line used to run cars. C. Hydroelectric dams. D. A local power plant. Answer C. Hydroelectric dams. Answer C. Hydroelectric dams. അടുത്ത 762. Which one of the following statements about the carbon, phosphorus and nitrogen cycles is true? A. The major sources of carbon used by plants is the soil. B. The major source of nitrogen used by plants is the air. C. Phosphorus has no atmospheric component. D. Bacteria drive the phosphorus cycle. Answer C. Phosphorus has no atmospheric component. അടുത്ത 763. Which one of the following statements best reflects the overall position of current sciences on the role of biodiversity in ecosystems? A. The more species in an ecosystem, the greater
the biomass production. B. The more species in an ecosystem, the greater the drought resistance. C. The effects of biodiversity on the functioning of an ecosystem are not consistent. D. Almost every species in an ecosystem is essential to maintain the overall ecosystem. Answer C. The effects of biodiversity on the functioning of an ecosystem are not consistent. അടുത്തത് 764. Which one of the following statement is true? A. Forest ecosystems contain about half as much carbon as is contained in the atmosphere as carbon dioxide. B. Most deforestation occurs in North America and Europe. C. Forests cover about 10% of the total land area of Earth. D. Globally, the amount of forest protected as reserves for parks is on the increase. Answer D. Globally, the amount of forest protected as reserves for parks is on the increase. അടുത്തത് 765. Which one of the following words best represent the relationship between cell respiration and photosynthesis? A. Complementary. B. Antagonistic. C. Neutral. D. Competing. Answer A. Complementary. അടുത്ത 766. Which one of the following would be the broadest approach to an ecological issue? A. Ecosystem ecology. B. Landscape ecology. C. Population ecology. D. Community ecology. Answer B. Landscape ecology. അടുത്തത് 767. Which one of the following would help the most to reduce levels of photochemical smog in a city that frequently experiences this problem? A. Changes in weather that produce more days of sunshine. B. Changes in weather that result more days of fog. C. Reduce the amount of electricity generated using windmills. D. Reduce the number of automobiles that burn gasoline. Answer D. Reducing the number of automobiles that burn gasoline. അടുത്തത് 768. Which one of the following would release the lowest level of particulates? A. Nuclear power plant. B. A city bus running on diesel. C. A wood burning stove. D. A natural prairie wildfire. Answer A. Nuclear power plant. ഇതൊരിക്കൽ കൂടി പറയുന്നത് 768. Which one of the following would release the lowest levels of particulates? A. A nuclear power plant. B. A city bus running on diesel. C. A wood burning stove. D. A natural prairie wildlife. Answer A. A nuclear power plant. അടുത്ത 769. Which one of the four broad categories of large chemical compounds is not a major source of calories? A. Lipids. B. Carbohydrates. C. Proteins. D. Nucleic acids. Answer A. Lipids. After 770. Which one of the following is a World Heritage Site? A. Kaziranga National Park. B. Nanda Devi National Park. C. Sundarban National Park. D. Kedadio National Park. Answer B. Nanda Devi National Park. After 771. Which types of tenure is most likely associated with fishing in the open ocean? A. Private ownership. B. Open access. C. Communal ownership. D. State ownership. Answer B. Open access.
772. Why are there so few ecosystems with more than 4 levels of consumers? A. Because biomass decreases by about 90% at each level moving up. B. Because top consumers compete with and kill each other with increasing population size. C. Because consumers at the highest levels typically form social groups that stop reproducing at high densities. D. Because predators at the highest level simply are not intelligent enough to hunt other top predators. Answer A. Because biomass decreases by about 90% at each level moving up. At the 773. Why don't people who primarily rely on a diet of rice in the developing world take vitamin and mineral supplements to avoid disease? A. Their cultural practices are opposed to dietary supplements. B. They are too poor to afford them. C. Their particular physiology does not tolerate dietary supplements. D. There is a worldwide shortage of such supplements. Answer C. Their particular physiology does not tolerate dietary supplements. At the 774. Widely applied pesticides may lead to resurgence and secondary pest outbreaks because A. The insecticide also killed the natural predators of the pest. B. The plants have now lost their ability to fight the pest. C. Pesticides typically harm plants in ways that take several years to appear. D. New species that are more resistant to insecticides have evolved. D. New species that are more resistant to insecticides have now evolved. Answer A. The insecticide also killed the natural predators of the pest. At the 775. Widespread cogeneration technologies will result in A. Increased reliance on fossil fuels. B. More on-site power generating systems in buildings. C. Increased reliance on large power plants. D. A shift from fossil fuels to nuclear technologies. Answer B. More on-site power generating systems in buildings. അടുത്തത് 776. Why do plants often have greater resistance to parasites than domesticated plants? Because the wild plants experience A. Natural selection while domesticated plants experience artificial selection. A. Natural selection while domesticated plants experience artificial selection. B. Natural selection while domesticated plants do not experience any selection. C. Artificial selection while domesticated plants experience natural selection. D. Artificial selection while domesticated plants do not experience any selection. Answer A. Natural selection while domesticated plants experience artificial selection. At the 777. Winds we experience in our daily lives are mainly the result of A. The rotation of the earth. B. Changes in the direction of ocean currents and tides. C. Jet streams produced by Hadley cells. D. The movement of air between lower pressure and higher pressure regions. Answer D. The movement of air between lower pressure and higher pressure regions. Answer D. The movement of air between lower pressure and higher pressure regions. അടുത്തത് 778. With few expressions, inorganic compounds do not have A. Carbon hydrogen bonds or carbon bonds. B.
nitrogen oxygen bonds or carbon oxygen bonds. C. Hydrogen nitrogen bonds or carbon oxygen bonds. D. Potassium sodium bonds or hydrogen chloride bonds. Answer A. Carbon hydrogen bonds or carbon carbon bonds. Article 779. Within a community, species of a plants rarely interact with fungi or bacteria. B. Bacteria, plants, animals and fungi all interact. C. Plants and animals interact but not with bacteria or fungi. D. Bacteria and fungi interact with plants but not animals. Answer B. Bacteria, plants, animals and fungi all interact. അടുത്ത 780. Without human intervention to save a species from extinction, which one of the following organisms would be most likely to survive threats to its extinction? A. A flower species that produces 3 seeds a year and lives for up to 4 years. B. A mushroom species that releases millions of spores and dies. C. An elephant species that provides parental care for 1 or 2 offspring for more than a year. D. A frog that lays 50-100 eggs every year for 2-3 years. Answer B. A mushroom species that releases millions of spores and dies. അപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. 781 782 783 784 785 786 ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ബാങ്ക്. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണമാണ് നമ്മൾ ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാ വീഡിയോയിലും ഇതിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ തെറ്റ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനൊക്കെ നമ്മൾ പറഞ്ഞു പോവാറുണ്ട്, നമ്മൾ സോറിയൊക്കെ പറഞ്ഞു പോവാറുണ്ട്. അപ്പോൾ അതിന് അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയുന്നത്. അപ്പം നിങ്ങൾ ദയവ് ചെയ്തിട്ട് തെറ്റിദ്ധരിക്കരുത്. എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ എക്കത്തിനും ക്ഷമിക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമ്മൾ പരമാവധി വീഡിയോ നല്ല രീതിയിൽ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പരമാവധി തെറ്റ് വരരുത്, അഥവാ തെറ്റ് വന്നാൽ തിരുത്തി പോകണം. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കും കുറേ കൂടി ശ്രദ്ധിക്കാൻ പറ്റും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ അതിന് പ്രാധാന്യം എടുത്ത് പറയുന്നത് കൂടുതലും. അപ്പോൾ ചിലതൊക്കെ ഭയങ്കര തെറ്റ് പറ്റാറുണ്ട്. എന്താ പറയുക, നമ്മൾ മുന്നേ ചെയ്തൊരു വീഡിയോ ആണ്. ഞാനത് ശരിക്കും ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ, സ്പീഡായിട്ടൊക്കെ വായിച്ചു പോകുമ്പോൾ പറ്റുന്നതായിരിക്കും അത്. നല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കൺവെൻഷൻ എന്തോ ആയിരുന്നു വായിക്കേണ്ടിരുന്നത്, നമ്മളത് കോൺവെർസേഷൻ എന്തൊക്കെയാണ് വായിച്ചത്. അപ്പം അങ്ങനെ നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ തെറ്റ് നമ്മൾ ക്ലാസ് എടുക്കുന്നതല്ല, അതങ്ങനെ അങ്ങോട്ട് വന്നു പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ എടുത്തു പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ കുറിച്ചാണ് എനിക്ക് മെയിനായിട്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ളത്. പിന്നെ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. ദയവായിട്ട് തന്നെ അത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും. ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത് 2.5 മണിക്കൂറിൻ്റെ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തേക്കുന്നത്
അത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടില്ല. എഫക്ട്സ് കൊടുത്ത് എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ നമ്മൾ ചെയ്തില്ല. അത് ടൈം പോണാരണം കൊണ്ട് നമ്മൾ നേരെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും. അപ്പം മൊത്തത്തിൽ നമ്മുടെ വീഡിയോയിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോണ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സോങ്സ് മിക്സ് ചെയ്തായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. അതും നിങ്ങളുടെ കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാത്തിനും ചേർത്ത് എന്നോട് ദയവേത് നിങ്ങൾ ക്ഷമിക്കണം. കാരണം അല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമില്ല. എന്തായാലും എഡിറ്റ് ചെയ്താൽ പറ്റുമോ, അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ എഡിറ്റ് ചെയ്യാൻ പഠിക്കാന്നുള്ളൊരു താല്പര്യം കൂടി എൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് തന്നെയാണ് കുറേ മിക്ക വീഡിയോസും ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കണമെന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CSATക്ക് വേണ്ടി ഈ വീഡിയോ നല്ല രീതിയിൽ അത് ഉപയോഗപ്രദമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ CSATയുടെ എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളിപ്പോൾ ക്ലാസ് എടുത്തേക്കാം. അപ്പോൾ നമുക്ക് പറ്റാവുന്ന പോലെ നമ്മൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടാവാം, തെറ്റുകൾ സംഭവിക്കാം. അതൊക്കെ നിങ്ങൾ ദയവായിട്ട് സഹകരിക്കുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ കൂടുതലും ക്ഷമിക്കണം, സഹകരിക്കണം എന്ന് പറയണത് മെയിനായിട്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബിലെ കമൻസും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വീഡിയോ ഇടുക, അങ്ങനെ കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പറഞ്ഞു പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ആ ഒരു അവസ്ഥ ഇല്ലാതാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതിനു വേണ്ടിയുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഓപ്പോസിറ്റ് വീഡിയോ ഒരു പക്ഷേ ഇടുമായിരിക്കാം. അതുപോലെ തന്നെ കമൻസും നല്ല രീതിയിൽ തന്നെ വരും. ചിലപ്പോൾ തെറ്റായ രീതിയിലുള്ള കമൻസും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നു. ഒരിക്കലും വീഡിയോസിൽ തെറ്റ് സംഭവിക്കരുത് നമുക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് തുറന്ന് പറയുക, നിങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു തൃപ്തിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷനും സന്തോഷവും കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. പിന്നെ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കാരണം നമ്മൾ കുറേ ടൈം എടുത്ത് നമ്മൾ ചെയ്തേക്കുന്നതാണ് വീഡിയോ ഒക്കെ. അപ്പം ഫിനാൻഷ്യൽ ചിലവ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ ഒരുപാട് ആത്മാർത്ഥമായിട്ടാണ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കണ്ടു നോക്കണം, അത്രേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ട്. ആ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കണം. അത് കുറേ നാളായിട്ടുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ. ഏകദേശം 1 വർഷത്തോളമായി നമ്മളിപ്പോൾ വീഡിയോ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ട് തന്നെ. അപ്പോൾ ഇതിനോടകം കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടു നോക്കണം. വളരെ നല്ല രീതിയിലുള്ള വീഡിയോസ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നല്ലൊരു CSAT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSAT എക്സാമൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.